ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ കഴിയുമോ? ചോദ്യം ഇതാണ്. കഴിയും എന്നുള്ളതാണ് ഉത്തരം. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ യു.പിയിൽ നിന്ന് വരുന്ന വാർത്ത. 2,35,000 വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച ഒരു ഗ്യാങ്ങിനെ യു.പിയിലെ ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചത് എന്ന ചോദ്യം അതിനുത്തരം കിട്ടുമ്പോഴാണ് കൃത്യമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന് മനസ്സിലാവുന്നത്. വിദേശികളായിട്ടുള്ള റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും വേണ്ടിയാണ് ഈ 2,35,000 വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലും യു.പിയിലും അടക്കം വ്യാപകമായിട്ട് കള്ളവോട്ടുകൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രസക്തമായ തെളിവാണ് ഈ വന്നിരിക്കുന്നത്. ഇത് രാജ്യത്തെ അട്ടിമറിക്കാൻ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കമല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, തുടർന്ന് വരുന്ന നമ്മുടെ കേരളം, തമിഴ്നാട്, അതുപോലെ ആസാം, ബംഗാൾ, ഇവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനുശേഷം യു.പിയിൽ തിരഞ്ഞെടുപ്പ് വരും. ഇവിടങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും കൊണ്ട് വോട്ട് ചെയ്യിക്കുക, അതിനു വേണ്ടിയിട്ട് വോട്ടേഴ്സ് ID കാർഡ് വ്യാജമായി സൃഷ്ടിക്കുക, ആ വോട്ടേഴ്സ് ID കാർഡ് വ്യാജമായി സൃഷ്ടിക്കാനായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുക, ഇതൊക്കെയാണ് ഇവർ പയറ്റിക്കൊണ്ടിരുന്നത്. അതൊരു വലിയ റാക്കറ്റാണ്, ഒരു വലിയ മാഫിയയാണ്. ആ മാഫിയയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ, അതായത് നമ്മുടെ ഒക്ടോബർ മാസത്തിൽ തന്നെ 10 പേരാണ് അറസ്റ്റിലായത്. ജാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തും ബുലന്ദ്ഷഹർ എന്ന് പറയുന്ന സ്ഥലത്തും റെയ്ഡുകൾ നടത്തി 10 പേരെ അവിടുന്ന് പിടികൂടി. ബുലന്ദ്ഷഹറിൽ നിന്ന് 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവർ ഈ നമ്മുടെ ഇവിടുത്തെ ഈ അക്ഷയ കേന്ദ്ര പോലെ ജൻ സേവന കേന്ദ്രമുണ്ട്. അങ്ങനെ ജൻ സേവന കേന്ദ്ര വഴി വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത ഈ ATS ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനെ തുടർന്ന് 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇത്രയും വാർത്തയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ടൊരു 2-3 മാസം മുമ്പാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആക്ഷേപവുമായിട്ട് രംഗത്ത് വരുന്നത്, അല്ലേ? കർണാടകയിൽ വ്യാജ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം സൃഷ്ടിച്ചു, വ്യാജമായിട്ട് വോട്ടർമാരെ ചേർത്തു എന്നൊക്കെ പറഞ്ഞ് സാധാരണ നിലയ്ക്ക് നരേന്ദ്രമോദി വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തു, അമിത്ഷാ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തു, അതുപോലെ BJP ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനെ ഹാക്ക് ചെയ്ത് ഏത് ചിഹ്നത്തിൽ കുത്തിയാലും അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും വോട്ട് പോകുന്നത് താമര ചിഹ്നത്തിലേക്കാണ്, BJPയിലേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് രംഗത്ത് വന്നുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിയെ വിട്ടു, അമിത്ഷായെ വിട്ടു, BJPയെ വിട്ടു. എന്നിട്ട് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ വ്യാജ വോട്ടർ ID കാർഡുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്, വ്യാജമായി വോട്ട് ചേർക്കുന്നത്, വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ട് എന്നൊക്കെ ആക്ഷേപിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി ഒരു പരാതി പോലും കൊടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾ രേഖാമൂലം പരാതിയും സത്യവാങ്മൂലവും നൽകൂ, ഞങ്ങളിത് അന്വേഷിച്ച് നടപടിയെടുക്കാം. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന വിവരങ്ങൾ വെച്ച്, തെളിവുകൾ വെച്ച് ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നുള്ള കാര്യത്തിന് എന്ന ആരോപണം, അത് വെറും ആരോപണമല്ല, അത് ശരിയാണ്. കാരണം മരിച്ചുപോയവർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ വോട്ട് ചെയ്യുന്നില്ല. ഈ ഇരട്ട വോട്ട്, ഒരാളിന് ഇവിടെ ഒരു മണ്ഡലത്തിൽ വോട്ടുണ്ട്, ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുണ്ട്, ആ ആളിന് തൃശ്ശൂരിലും വോട്ടുണ്ട് എന്നിരിക്കട്ടെ, ഇത് ഇരട്ട വോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇരട്ട വോട്ട് ഈ 2 സ്ഥലത്തും ഇയാൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ്, വീഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ അതിന് സമാധാനം പറയണം. തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ പരാതിയും തെളിവ് സഹിതം സത്യവാങ്മൂലവും കൊടുത്താൽ ആ വോട്ട് ചെയ്ത ആളിനെതിരെ നടപടി വരും.
തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന് സമാധാനം പറയേണ്ടി വരും. അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ കേസെടുക്കാം, വലിയ രീതിയിലുള്ള നിയമ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും എന്ന് തീർച്ചയാണ്. ഇവിടെ അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ ഉന്നയിച്ചത്? ഇത് ഉന്നയിച്ചത് വളരെ കൃത്യമായിട്ട്, അതായത് നമ്മളെല്ലാവരും വിചാരിക്കും രാഹുൽ ഗാന്ധി ഉണ്ടയില്ല വെടി പൊട്ടിച്ചു. അല്ല, ഉണ്ടയിട്ട് തന്നെയാണ് വെടി പൊട്ടിച്ചത്. ആ വെടി പൊട്ടിച്ചതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഈ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് രാഹുൽ ഗാന്ധിക്ക് അറിയാം. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ UP-യിൽ ഇന്ത്യ സഖ്യത്തിന് സീറ്റ് കൂടി, എങ്ങനെ അവർക്ക് വിജയിക്കാനായി എന്നുള്ളത് മറ്റാരെക്കാളും നന്നായിട്ട് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അവിടെ കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും നുഴഞ്ഞു കയറിയിട്ട് അവർക്ക് വ്യാജ വോട്ടർ ID കാർഡ്, വ്യാജ ആധാർ കാർഡൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചിരിക്കുകയാണ്. ഇത് തന്നെ അവർ ബീഹാറിലും നടത്താൻ ഉദ്ദേശിച്ചു. ബീഹാറിൽ പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും അതുപോലെ തന്നെ അടക്കമുള്ള ഏജൻസികളുമൊക്കെ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് പരിശോധിച്ച് വന്നപ്പോൾ ഈ നുഴഞ്ഞുകയറ്റം കൃത്യമായിട്ട് മനസ്സിലായി. ഏതാണ്ട് 2.5 കോടി ബംഗ്ലാദേശികൾ മാത്രം ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരം. ഇത് സംബന്ധിച്ച് പല ദേശീയ മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഗ്രയിൽ നിന്ന് പിടികൂടുന്നു, ഗുജറാത്തിൽ നിന്ന് പിടികൂടുന്നു, അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നു. ഇങ്ങനെ രാജ്യത്തെമ്പാട് നിന്നും ഇതുപോലെ ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും പിടിയിലാകുന്നുണ്ട്. ഇത് ഏറ്റവും നന്നായിട്ട് പയറ്റിക്കൊണ്ടിരുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളാണ് എന്ന് BJP ആരോപിച്ചിരുന്നു നേരത്തെ. അതായത് ഈ നുഴഞ്ഞു കയറിയ റോഹിംഗ്യകൾക്ക് വോട്ടവകാശം കൊടുത്ത് ഡൽഹിയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി വിജയിക്കുന്നു എന്നുള്ളത് BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണമായിരുന്നു. അതിനെ തുടർന്ന് അവിടെ അന്വേഷണങ്ങൾ പലതും നടന്നു. ഏതാണ്ട് 40,000 റോഹിംഗ്യകൾ ഡൽഹിയിലുണ്ട് എന്ന കണക്ക് അവസാനം എത്തി. 40,000 ഒന്നും അല്ല എങ്കിലും അന്വേഷിച്ച് കിട്ടിയിടത്തോളം 40,000 പേരുണ്ട്. അവരെ പുറത്താക്കാൻ നടപടി സ്വീകരിച്ചപ്പോഴാണ് മനുഷ്യത്വമൊക്കെ പറഞ്ഞ് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള അഭിഭാഷകരും മറ്റും രംഗത്ത് വരുന്നതും ഈ റോഹിംഗ്യകളെ പറഞ്ഞു വിടരുത്, ഇവിടെ പുനരധിവസിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഇതെല്ലാം നടക്കുമ്പോൾ ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു. കാരണം ഇൻ്റലിജൻസിൻ്റെയും മറ്റു റിപ്പോർട്ടുണ്ട് വലിയ രീതിയിൽ ഇങ്ങനെ ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികളുമായിട്ട്, അതായത് SIR ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ട് മുന്നോട്ട് പോയി ബീഹാർ ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അതിന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. അവിടെ മുന്നോട്ട് പോയപ്പോഴാണ് ആദ്യം തന്നെ 62 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഏതാണ്ട് 7-7.5 കോടി വോട്ടർമാരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 3,66,000 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. ഈ പുറത്തായ ആൾക്കാർ എത്ര പേർ പരാതിപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലോ. കോടതി പോലും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും പേരെ പുറത്താക്കിയിട്ട് ആകെ 2 പരാതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുറത്താക്കപ്പെട്ട ആർക്കും പരാതിയില്ല. കാരണം അവർ യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരോ യഥാർത്ഥ ഇന്ത്യൻ വോട്ടർമാരോ അല്ല. ഇന്നത്തെ ക്രമക്കേടുണ്ട്, വോട്ട് ഇരട്ടിപ്പ് സംഭവിച്ചതുണ്ട്, മരിച്ചുപോയവരുണ്ട്, അതുപോലെ വ്യാജ വോട്ടർമാരുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി അത് കണ്ടെത്തി ശുദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയതാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപവുമായിട്ട് രംഗത്ത് വരാനുണ്ടായ കാരണം. അതായത് 1 മുഴം മുമ്പേ, ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിഞ്ഞ് ഇട്ടതാണ്. ഞങ്ങളൊന്നുമല്ല ഇത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല. കാരണം നാളെ അന്വേഷണമൊക്കെ നീണ്ട് ഇത്രയും പേരൊക്കെ പുറത്തായി, ഇതൊക്കെ കണ്ടെത്തി കൂടുതൽ അന്വേഷണം നടന്ന് അത് കറങ്ങി തിരിഞ്ഞ് ആരാണോ ഇവർക്ക് ഇതെല്ലാം ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയത് അവരിലേക്ക് അന്വേഷണം എത്തും. അങ്ങനെ അന്വേഷണം എത്തുമ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഞങ്ങളല്ലേ ഇത് ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നോ എന്ന് ചോദിക്കാൻ
രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കിയ നാടകമാണ് വാസ്തവത്തിൽ ഈ വോട്ട് ചോരി ആക്ഷേപവും ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയുമൊക്കെ. ഇതിപ്പോൾ വളരെ കൂടുതൽ വ്യക്തമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യു.പിയിൽ. ഇതുപോലെ ബംഗാളിൽ മമത പറയുന്നത് SIR-ഉമായിട്ട് ഇങ്ങോട്ട് വന്നു പോകരുതെന്നാണ് ഉദ്യോഗസ്ഥരോട്. ഇവിടെ SIR നടപ്പാക്കാൻ ശ്രമിച്ചാൽ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്നാണ് മമത ഭീഷണിപ്പെടുത്തുന്നത്. നോക്കൂ, അപ്പോൾ മമതയ്ക്കാകട്ടെ, സ്റ്റാലിനാകട്ടെ, ഈ അഖിലേഷ് യാദവിനാകട്ടെ, ലാലു പ്രസാദ് യാദവിനും മകൻ തേജസ്വി യാദവിനുമാകട്ടെ, ഇതൊക്കെ ഒളിക്കാൻ, അവർക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. അത് രാഹുൽ ഗാന്ധിയുമായിട്ട് ചേർന്ന് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 2,30,000 വ്യാജ വോട്ടർ ID കാർഡുകൾ, വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കുറ്റമല്ല. അത് വളരെ വലിയ ഭീകരമായ ഒരു കുറ്റകൃത്യമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാഫിയയെ, റാക്കറ്റിനെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരണം. രാഷ്ട്രീയക്കാർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും അഴിയെണ്ണേണ്ടതാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം.